ഹായ് എവരിവൺ. റിയൻ്റെ ബർത്ത്ഡേ ആവാനായി അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റിയനെ അംഗനവാടിയിൽ അയച്ചതിന് ശേഷമാണ് പോയത്. ഞാനെൻ്റെ കസിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിന്. റിയനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലോ കളിയിലായിരിക്കും, ഒന്നും ശരിക്കും നോക്കാൻ തന്നെ വിടൂല. ഓളോട് പറഞ്ഞിട്ടുണ്ടായിന് നമ്മളിത് പോകുന്നതെന്നല്ലോ, പക്ഷെ ഓക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിത് അങ്ങനെ അംഗനവാടിയിലെത്തി. റീത ടാറ്റ ബൈബൈയെല്ലാം മറ്റുള്ളിപ്പോയി. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയത് അവളെ കൂടെ ബസ്സിലാണ് പോയിട്ടുണ്ടായത്. ബർത്ത്ഡേ ഷോപ്പിങ്ങിൻ്റെ ഇതാ ഒരു നോട്ട്സ് എല്ലാം റെഡിയാക്കിയിന്. എന്നാലേ എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ പലതും മറന്നിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക. ആദ്യം തന്നെ നമ്മൾ ലുലുല വന്നിട്ടുണ്ടായിന്. റീൻ്റെ മാല കുറച്ചായി പൊട്ടിയിട്ട് അത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിന്. അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ വന്നത്. റീൻ്റെ മാല വാങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. എന്തോ ഒരു കുളത്താന്ന് എന്തോ പൊട്ടിയിട്ടുണ്ടായിന്. അവരിത് വേഗം ശരിയാക്കി തന്നിന്. പിന്നെ ഇത് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടീന്. പിന്നെ നമ്മൾ നേരെ പോയത് ലുലു സാരീസിലേക്കാണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ ലുലു സാരീസും വരുന്നത്. റിയക്ക് നമ്മളിതാ ഒരു കളറ് വിചാരിച്ചിന്. ആ കളറ് റെഡിമെയ്ഡ് കിട്ടുമോ നോക്കാനാണ് ഇവിടെ വന്നിട്ടുണ്ടായത്. അത് കിട്ടിയിട്ടില്ലേനു. പക്ഷേ കുട്ടികളെ കുറേ കളക്ഷൻസ് ഉണ്ടായിന് ഇവിടെ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ലോണം ഇഷ്ടമായിന്. നമ്മൾ വിചാരിച്ച ആ കളർ ഇല്ലാത്തതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ടായിട്ടില്ല. റെഡിമെയ്ഡ് പിന്നെ നോക്കാൻ നിന്നിട്ടില്ല. നമ്മളൊരു മോഡലും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നേരെ കണ്ണൂരുള്ള പരാഗില വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച മോഡലും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കളറും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായതിൻ്റെ ഒരു സമാധാനമായിന്. പിന്നെ നമ്മൾ നേരെ ഇതാ ഹെയർ ബാൻഡും ബാങ്കിളെല്ലാം നോക്കാനാണ് വന്നിട്ടുണ്ടായത്. ഫാൻസിയിലെല്ലാം കയറിയാൽ കുറേ സാധനം ഉണ്ടാവും വാങ്ങാൻ തന്നെ. നമ്മൾ പോകുമ്പോൾ വിചാരിച്ചതിനും കാട്ടി സാധനം വാങ്ങിയിട്ട് ഇവിടെ നല്ല ഇറങ്ങലുള്ളൂ. പിന്നെ ഇത് നമ്മൾ നേരെ ബലൂൺസ് എല്ലാം നോക്കാനാണ് വന്നത്. നമ്മൾ വിചാരിച്ച ആ കളറ് കിട്ടിയിട്ടേ ഉണ്ടായിട്ടില്ല. കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു കളർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് അവിടത്തേക്കും പോയി. അവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിലും ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മളിതാ കണ്ണൂരുള്ള ത്രെഡ് ഹൗസിലേക്കാണ് വന്നിട്ടുണ്ടായിന്. റിയൻ്റെ ഡ്രസ്സിനും കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങാനുണ്ടായിന്. പിന്നെ ഇവിടുന്ന് ബലൂൺസ് നോക്കിയിന്. പക്ഷേ ആ കളർ കിട്ടിയിട്ടില്ലേനു. ഇവിടുന്ന് ഇതാ ബാനറും ലൈറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ്സ് എല്ലാം ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബലൂൺസ് മാത്രം ആ കളർ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതവിടെ കുറച്ച് ഫാൻസിയെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് നോക്കാൻ വിചാരിച്ചിട്ട് അവിടത്തേക്ക് കയറിയേന്. ഏകദേശം ഒരു കളർ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് ഉച്ചയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇതാ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുണ്ടായത്. കണ്ണൂരിൽ MRAയിലാണ് നമ്മൾ വന്നത്. ചട്ടിച്ചോറ് കഴിക്കണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അവിടെ ഉണ്ടായിട്ടില്ല. സാധാരണ ചോറും പിന്നെ ബിരിയാണിയെല്ലാം ഉണ്ടായത്. നമ്മളിതാ 2 ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ആക്കിയത്. ശരിക്കും 2 എണ്ണത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. ഒന്നെന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടാൾക്കും കുറച്ചായപ്പോൾ തന്നെ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിലുണ്ട്. രണ്ടാളും എന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പപ്പടം ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയതായിരുന്നു. അവിടെ തന്നെ ഇത് നമ്മൾ നേരെ ഇതാ ബേക്കറിയിലേക്കാണ് പിന്നെ വന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഒക്കെ തീരെ ഇഷ്ടമായിട്ടില്ല. ഓൾ ഇടുന്നേ ഉണ്ടായിട്ടില്ല. അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാണ് പിന്നെ ഇവിടെ സ്റ്റുഡിയോയിലേക്ക് വന്നത്. റിയക്ക് ഞാൻ ഇവിടുന്ന് ഒരു ടോപ്പൈന് എടുത്തിട്ടുണ്ടായിന്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു കോഡ് സെറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതൊരു ഷവർമ പാർസലാക്കാനാണ് വന്നത്. ഇവിടുന്ന് എനിക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യുകയെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഹാഫാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിതാ പകുതി കഴിച്ചിട്ട് പിന്നെ ഇതാ ബാക്കി പാർസലും വാങ്ങി. പിന്നെ ഇതാ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തുമ്പോൾ തന്നെ ഇതറിയാം അംഗനവാടിയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഓളിതൊരു സാധനം വാങ്ങാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലൈം വാങ്ങാനാന്ന് പറഞ്ഞത്. അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വന്നപാട് അതാ ചോദിക്കുന്നുണ്ടായത്. റിയൻ്റെ ഡ്രസ്സിൻ്റെ മോഡലും കളറും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.